ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 14ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് മനോവിശ്ലേഷണ സമീപനം അഥവാ മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. മനോവിശ്ലേഷണ സമീപനം, മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉപജ്ഞാതാവ് ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡിൻ്റെ പ്രധാന കൃതികളുടെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്, ജോക്സ് ആൻഡ് ദെയർ റിലേഷൻ ടു ദ അൺകോൺഷ്യസ്, ദ ഈഗോ ആൻഡ് ദ ഇത്. ഏതൊക്കെയാണ്? ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്, ജോക്സ് ആൻഡ് ദെയർ റിലേഷൻ ടു ദ അൺകോൺഷ്യസ്, ദ ഈഗോ ആൻഡ് ദ ഇത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണിക്കുന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യൻ്റെ അബോധ മനസ്സിനായിരുന്നു ഫ്രോയിഡ് മുഖ്യ സ്ഥാനം നൽകിയത്. മാനസിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് മനോവിശ്ലേഷണ സമീപനം അഥവാ മാനസിക അപഗ്രഥന സമീപനം ആവിഷ്കരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് 3 സിദ്ധാന്തങ്ങൾ ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, വ്യക്തിത്വത്തിൻ്റെ ഘടന, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, മനോലൈംഗിക വികസന സിദ്ധാന്തം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത മുഴുവൻ ഭാഗവും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വ്യക്തിത്വത്തിൻ്റെ ഘടന. എന്താണ്? സ്ട്രക്ചർ അല്ലേ? തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിൻ്റെ ഘടന, അതായത് വ്യക്തിത്വ ഘടന. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ഘടനയിൽ ഫ്രോയിഡ് എന്താ വിശദീകരിക്കുന്നതെന്ന് നോക്കാം. മനുഷ്യ മനസ്സിനെ കുറിച്ചാണല്ലോ ഫ്രോയിഡ് വ്യക്തമാക്കുന്നത് അല്ലേ? മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് ഫ്രോയിഡ് പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ഘടകങ്ങൾ, മനുഷ്യ മനസ്സിൻ്റെ ഘടകങ്ങളാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ഘടകങ്ങളായ ഏതൊക്കെയാണ് ഘടകങ്ങൾ? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ആണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതായത് വ്യക്തിയിലെ മനോഘടനയെ പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. വ്യക്തിയിലെ മനോഘടനയെ പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. മനുഷ്യ മനസ്സിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതായത് ഇത്, അഹം, അത്യഹം. ഇത്, അഹം, അത്യഹം. നമുക്ക് ഒന്നാമത്തെ ഘടകമായ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഒരു വ്യക്തിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും പ്രാകൃതമായ ആഗ്രഹങ്ങളും ആക്രമണവാസനകൾ, വികാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഒരു വ്യക്തിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും പ്രാകൃതമായ ആഗ്രഹങ്ങളും ആക്രമണവാസനകൾ, വികാരങ്ങൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. അതായത് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാര വികാര ശക്തി, മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാര വികാര ശക്തി, ജന്മവാസനകൾ ഇതിനെ ഉത്തേജിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും പ്രാകൃതമായ ആഗ്രഹങ്ങളും ആക്രമണവാസനകൾ, വികാരങ്ങൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാര വികാര ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഘടകമാണ്? ഇത് അല്ലേ? ഇതാണ് ഒരു വ്യക്തിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും പ്രാകൃതമായ ആഗ്രഹങ്ങൾ, ആക്രമണവാസനകൾ, വികാരങ്ങൾ എന്നിവയൊക്കെ ഏതിലാണുള്ളത്? ഇതിലാണ് വരുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണാശക്തിയാണ് ഏതാ ഘടകം? ഇത്. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണാശക്തിയാണ് ഇത്. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണാശക്തിയാണ് ഇത്. സാൻമാർഗിക ബോധം അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്.
എന്താണ്? സാൻമാർഗിക ബോധം, അതായത് ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇത്താണ് പ്രവർത്തിക്കുന്നത്. ഒരു ജീവി എന്ന നിലയിൽ വ്യക്തിക്ക് ആനന്ദം നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ജീവി എന്ന നിലയിൽ വ്യക്തിക്ക് ആനന്ദം നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാൻമാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇതാണ്. അതായത് നന്മകളോ തിന്മകളോ ശരിയോ തെറ്റോ യാഥാർത്ഥ്യങ്ങളോ അയാഥാർത്ഥ്യങ്ങളോ ഒന്നും തന്നെ ഇത് പരിഗണിക്കുന്നില്ല. അതായത് നന്മ തിന്മകളോ ശരി തെറ്റുകളോ യാഥാർത്ഥ്യ അയാഥാർത്ഥ്യങ്ങളോ ഒന്നും തന്നെ ഇത് പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സുഖതത്വം, അതായത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. എന്താണ് പ്ലഷർ? സന്തോഷം അല്ലേ? ഇത് സുഖതത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് മനസ്സിൻ്റെ സിദ്ധാന്തം എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ. സുഖതത്വം പ്ലഷർ പ്രിൻസിപ്പിൾ. പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഏത് ഘടകമാണെന്ന് ചോദിച്ചാൽ ഇത് അല്ലേ? പ്ലഷർ പ്രിൻസിപ്പിൾ മനസ്സിൻ്റെ സിദ്ധാന്തം, അതായത് സുഖതത്വവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? സന്തോഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സന്തോഷത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, പ്ലഷർ പ്രിൻസിപ്പിൾ. ഇപ്പോൾ പ്ലഷർ എന്താണ്? സന്തോഷം. അപ്പോൾ പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണ്? ഇതാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ സന്തോഷത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഘടകം ഏതാണ്? ഇത്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്നുള്ളത് സന്തോഷത്തെ അടിസ്ഥാനമാക്കി എന്നോർത്താൽ മതി. നെക്സ്റ്റ് പോയിന്റ്, സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി. എന്താണ് സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി? അതായത് മാനസികോർജം അല്ലെങ്കിൽ ലിബിഡോർജം. ലിബിഡിനൽ എനർജി അതായത് മാനസികോർജത്തിൻ്റെ സംഭരണിയാണ് ഇത്. മാനസികോർജത്തിൻ്റെ സംഭരണിയാണ് ഇത്. അപ്പോൾ സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി ഏത് ഘടകമാണ്? ഇത്. അപ്പോൾ സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി എന്ന് പറഞ്ഞതിൽ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടിയില്ലേ? എന്താണ്? മാനസിക ഊർജം, എനർജി ഊർജം. അപ്പം മാനസിക ഊർജത്തിൻ്റെ ഉറവിടം ആയിട്ടുള്ള ഘടകം ഏതാണ്? ഇതാണ്. അപ്പം 4 പോയിന്റ്സ് നമ്മൾ കണക്ഷൻ വെച്ചിട്ട് പഠിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഏതാണ്? പ്ലഷർ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ പ്ലഷർ എന്നതുകൊണ്ട് തന്നെ സന്തോഷത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഘടകം ഏതാണ്? ഇതാണ്. നെക്സ്റ്റ് സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി. എനർജി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഊർജം. അപ്പോൾ മാനസിക ഊർജത്തിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്ന ഘടകമാണ് ഇത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. വ്യക്തിയുടെ പിരിമുറുക്കത്തിന് അയവ് വരുത്താനും അയാൾക്ക് സുഖദായകമായ മാർഗം സ്വീകരിക്കാനും ഇത് പ്രോത്സാഹനം നൽകുന്നു. അതായത് വ്യക്തിയുടെ പിരിമുറുക്കത്തിന് അയവ് വരുത്താനും അയാൾക്ക് സുഖദായകമായ മാർഗം സ്വീകരിക്കാനും ആര് പ്രോത്സാഹനം നൽകുന്നു? ഇത് പ്രോത്സാഹനം നൽകാറുണ്ട്. വ്യക്തികളിൽ കാണപ്പെടുന്ന എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്നുള്ള പ്രതികരണങ്ങളും എല്ലാത്തിൻ്റെയും ഉറവിടം എവിടെയാണ്? ഇതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വ്യക്തിയിലെ മനോഘടനയെ പ്രധാനമായി 3 തിരിക്കാം. ഏതൊക്കെയാണ്? ഇത്, അഹം, അത്യഹം. അതിൽ ഫസ്റ്റത്തെയാണ് ഇത്. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാര വികാര ശക്തി. ഒരു വ്യക്തിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും പ്രാകൃതമായ ആഗ്രഹങ്ങളും ആക്രമണവാസനകൾ, പ്രവർത്തനങ്ങൾ, വികാരങ്ങൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രാകൃതമായ പ്രേരണ ശക്തിയാണ് ഇത്. ജന്മവാസനകൾ ഇതിനെ ഉത്തേജിപ്പിക്കുന്നു. സാൻമാർഗിക ബോധം അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്
ഇതാണ്. ഒരു ജീവി എന്ന നിലയിൽ വ്യക്തിക്ക് ആനന്ദം നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നന്മകളോ തിന്മകളോ ശരികളോ തെറ്റുകളോ യാഥാർത്ഥ്യ അയാഥാർത്ഥ്യങ്ങളോ ഇത് പരിഗണിക്കുന്നില്ല. മെയിൻ പോയിന്റ്സ് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ, അതായത് സുഖതത്വം മനസ്സിൻ്റെ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് സന്തോഷത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി, അതായത് എനർജി എന്നത് ഊർജം. അപ്പം മാനസിക ഊർജത്തിൻ്റെ ഉറവിടം ഇതാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ഘടകമായ ഈഗോ അഥവാ അഹം. എന്താണ് അഹം? ഈഗോ. ഈഗോ എന്താണ്? ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം അഥവാ ഈഗോ. മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാ നോക്കാം. അബോധതലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈഗോ അബോധതലവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അബോധതലവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒന്നാണ് അഹം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി. നേരത്തെ നമ്മൾ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലേ പറഞ്ഞത്? ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധതത്വം. യാഥാർത്ഥ്യ ബോധ തത്വം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം യാഥാർത്ഥ്യബോധതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം യാഥാർത്ഥ്യബോധതത്വം അതായത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈഗോ. ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇതും ഈഗോയും തമ്മിലുള്ള ബന്ധം കുതിരയും കുതിരക്കാരനും തമ്മിലുള്ള പോലെയാണ്. അതായത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈഗോയും തമ്മിലുള്ള ബന്ധം കുതിരയും മറ്റൊന്ന് കുതിരക്കാരനും തമ്മിലുള്ള ബന്ധം പോലെയാണ്. നെക്സ്റ്റ്, മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? ഈഗോ, അതായത് അഹം. മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം. അഹം ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നത് കൊണ്ട് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നും വ്യക്തിത്വത്തിൻ്റെ പാലകൻ അഥവാ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നും അറിയപ്പെടുന്നു. അതായത് വ്യക്തിത്വത്തിൻ്റെ പാലകൻ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ പോലീസ് ഫോഴ്സ് എന്നും എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നും പറയുന്നു. വ്യക്തിത്വത്തിൻ്റെ നിർവാഹകനും എന്നും അറിയപ്പെടുന്ന ഘടകം ഏതാണ്? ഈഗോ. എന്തുകൊണ്ടാണ്? ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നത് കൊണ്ടാണ് പോലീസ് ഫോഴ്സ് എന്നും വ്യക്തിത്വത്തിൻ്റെ പാലകൻ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ എന്ന പ്രക്രിയകളെ ഏകോപിപ്പിക്കുന്നത് ഈഗോയാണ്. അപ്പം നമുക്ക് ഈഗോൻ്റെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അബോധതലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അബോധതലവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒന്നാണ് ഈഗോ. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധതത്വം. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നിയന്ത്രിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ പാലകൻ, നിർവാഹകൻ എന്ന് ഈഗോ അറിയപ്പെടുന്നു. കാരണം ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നത് കൊണ്ട് മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്ന് ഈഗോ അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ഘടകമായ സൂപ്പർ ഈഗോ അഥവാ അത്യഹം. സൂപ്പർ ഈഗോ, അത്യഹം നോക്കാം.
സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസികാംശമാണ് സൂപ്പർ ഈഗോ. സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസികാംശമാണ് സൂപ്പർ ഈഗോ. സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണയിക്കുന്നതിന് സൂപ്പർ ഈഗോ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സാൻമാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലഷർ പറഞ്ഞു അല്ലേ. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി സാൻമാർഗിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ. അദ്ദേഹം സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണയിക്കുന്നതിന് സൂപ്പർ ഈഗോ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സാൻമാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അദ്ദേഹം. നിങ്ങളങ്ങനെ മുഴുവൻ പഠിക്കൊന്നും വേണ്ട. പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി സാൻമാർഗിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് സൂപ്പർ ഈഗോ ആണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കാം. അദ്ദേഹം എന്നത് പ്രധാനമായും മനസാക്ഷിയാണ്. തെറ്റ് ചെയ്തുവെന്നറിഞ്ഞിട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും ഇന്ന കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവുമാണെന്ന് കണക്കാക്കാം. അദ്ദേഹം എന്നത് പ്രധാനമായിട്ടും മനസാക്ഷിയാണ് അല്ലേ. അപ്പോൾ അത് തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും, എന്നാൽ കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവുമാണെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോയുടെ അഥവാ അദ്ദേഹത്തിൻ്റെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാണ്? ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നു. മനുഷ്യനിലെ മനസാക്ഷി എന്ന് അറിയപ്പെടുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ. മനുഷ്യനിലെ മനസാക്ഷി. നേരത്തെ നമ്മൾ മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഈഗോ അല്ലേ. ഇവിടെ മനുഷ്യനിലെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് സൂപ്പർ ഈഗോ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി സാൻമാർഗിക തത്വം അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ. പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി സാൻമാർഗിക തത്വം. നമ്മൾ ഇന്ന് പഠിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, അതായത് വ്യക്തിത്വത്തിൻ്റെ ഘടന. മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ 3 സിദ്ധാന്തങ്ങളിൽ വരുന്ന ഒന്നാണ് വ്യക്തിത്വത്തിൻ്റെ ഘടന. വ്യക്തിത്വത്തിൻ്റെ ഘടനയിൽ 3 ഘടകങ്ങളുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, അഹം, അദ്ദേഹം. അപ്പോൾ ഇത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇതില് സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. അഹം, ഈഗോയില് യാഥാർത്ഥ്യബോധ തത്വം, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി. അദ്ദേഹം, സൂപ്പർ ഈഗോയില് സാൻമാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ തമ്മിലുള്ള ചലനാത്മകമായ സന്തുലനം തൃപ്തികരവും ആഹ്ലാദകരവുമായ വ്യക്തിത്വത്തിന് കാരണമാകുന്നു. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ തമ്മിലുള്ള ചലനാത്മകമായ സന്തുലനം തൃപ്തികരവും ആഹ്ലാദകരവുമായ വ്യക്തിത്വത്തിന് കാരണമാകുന്നു. അതായത് വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഘടനാ സിദ്ധാന്തത്തിൽ ഫ്രോയിഡ് വിശദമാക്കിയത് ഒരു വ്യക്തിയിൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത്, അഹം, അദ്ദേഹം എന്നീ 3 ഘടകങ്ങൾ ചലനാത്മകമായ സന്തുലനാവസ്ഥയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ കഴിയൂ എന്നാണ്. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഘടനാ സിദ്ധാന്തത്തിൽ ഫ്രോയിഡ് വിശദമാക്കിയത് ഒരു വ്യക്തിയിൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ ഘടകങ്ങൾ ചലനാത്മകമായ സന്തുലനാവസ്ഥയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ കഴിയൂ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി അല്ലേ? എന്താണ് സോഴ്സ് ഓഫ് ലിബിഡിനൽ എനർജി? മാനസികോർജം അല്ലെങ്കിൽ ലിബിഡോർജം. അപ്പോൾ ആൻസർ എന്താ? ലിബിഡോ. ലിബിഡോർജത്തിൻ്റെ സംഭരണിയാണ് ഇത്ത് അല്ലേ? ലിബിഡോ ഊർജത്തിൻ്റെ സംഭരണി, അതായത് ലിബിഡോർജം ഏത് ഘടകത്തിൽ വരുന്നതാണ്? ഇതിൽ. മാനസികോർജം അല്ലെങ്കിൽ ലിബിഡോർജം എന്നത് എന്താണ്? മാനസികോർജത്തിൻ്റെ സംഭരണിയാണ് ഇത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സമീപനത്തിലെ സിദ്ധാന്തങ്ങളിൽപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഘടന എന്ന ഭാഗം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ വരുന്നതാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ഘടകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അപ്പം നിങ്ങൾ ഇതിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക. മറ്റേതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടു പോയാൽ മതി. മെയിൻ പോയിൻറ്റ്സ് എന്തായാലും വിട്ടുപോകാതെ തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനിയും കേട്ടിട്ട് എഴുതുന്നവർക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗം മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നാളെ എന്താണ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം നമുക്ക് എടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ മനോവിശ്ലേഷണ സമീപനം മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ.